ഉള്ളൊഴുക്കാണ് ഏറ്റവും മികച്ച മലയാള സിനിമ. ഈ സിനിമയിലെ അഭിനയത്തിന് ഉർവശി മികച്ച സഹനടിയായി. പൂക്കാലം സിനിമയ്ക്കും പുരസ്കാരങ്ങൾ ഉണ്ട്. മിഥുൻ മുരളി ഇതിലെ ഏറ്റവും മികച്ച എഡിറ്ററാണ്. അതോടൊപ്പം തന്നെ ഈ സിനിമയിലെ പ്രകടനത്തിന് വിജയരാഘവനാണ് സഹനടനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി അഖില കൃഷ്ണൻ ചേരുന്നു. അഖില, 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 പ്രഖ്യാപിച്ചത്. ആദ്യം തന്നെ പുരസ്കാര നേട്ടത്തിൽ മലയാളത്തിനും വലിയ പങ്കുണ്ട്. കാരണം ഉർവശിയും വിജയരാഘവനും എല്ലാം മികച്ച സഹനടനും നടിയുമായും എല്ലാം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് നാഷണൽ അവാർഡുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റാണി മുഖർജി മികച്ച നടിയായപ്പോൾ തന്നെ 2 തെന്നിന്ത്യൻ നായികമാർ റാണി മുഖർജിക്കൊപ്പം മത്സരിക്കാൻ മികച്ച നടിയുടെ പട്ടികയിൽ ഇടം പിടിക്കാനുണ്ട് എന്ന് ആദ്യം തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് ഉർവശിയാണ് എന്നുള്ളത് നമുക്കിപ്പോൾ ഉറപ്പായി കഴിഞ്ഞു. മികച്ച സഹനടിക്ക് ഉള്ളൊഴുക്ക് എന്ന സിനിമയിലൂടെ ആ സിനിമ പുറത്തു വന്ന സമയത്ത് തന്നെ വലിയ പ്രശംസ ഉർവശി ഈ ചിത്രത്തിലെ പ്രകടനത്തിൽ നേടിയിരുന്നതാണ്. ആ ഒരു സംഭവം തന്നെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ പൂക്കാലം സിനിമയിൽ വിജയരാഘവൻ അഭിനയിക്കാൻ തുടങ്ങുന്ന കാലം മുതൽ തന്നെ ആ സിനിമയെ സംബന്ധിച്ച് കൃത്യമായി വിജയരാഘവന്റെ അതായത് ഇത്രയും നീണ്ട കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആയിട്ടാണ് പൂക്കാലം കണക്കാക്കിയിരുന്നത്. അതിന് അദ്ദേഹം ആ അംഗീകാരം അർഹിക്കുന്നുണ്ട്. ആ അംഗീകാരത്തിലേക്ക് എത്തി എന്നുള്ളതാണ് പ്രധാനം. അമ്പിളി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂക്കാലത്തിന് മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരവും പൂക്കാലം ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നു. മിഥുൻ മുരളി മികച്ച എഡിറ്റർ ആയിരിക്കുന്നു. ഒപ്പം തന്നെ ഏറ്റവും മികച്ച സിനിമയായി 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രം, അതായത് മികച്ച നടന് വിക്രാന്ത് മാസിക്ക് മികച്ച നടനായി പുരസ്കാരം ലഭിച്ച അതേ ചിത്രം 12th ഫെയിൽ വളരെയധികം പ്രശംസ നേടിയ ചിത്രമായിരുന്നു വിധു വിനോദ് ചോപ്രയുടെ 12th ഫെയിൽ. ആ സിനിമയ്ക്ക് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം. ഒപ്പം തന്നെ മികച്ച നടൻ ഷാരൂഖ് ഖാനൊപ്പം വിക്രാന്ത് മാസി മികച്ച നടനുള്ള അവാർഡ് പങ്കിടുമ്പോൾ ആ 12th ഫെയിലിലെ പെർഫോമൻസ് അത്രയും പ്രശംസ നേരത്തെ തന്നെ നേടിയിരുന്നതാണ്. അതിന് തന്നെ പുരസ്കാര നേട്ടം എത്തിയിരുന്നു. ആദ്യം തന്നെ ഇന്ന് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കും എന്നുള്ള വാർത്തകൾ പുറത്തു വന്ന ഉടൻ തന്നെ വിക്രാന്ത് മാസിക്കൊപ്പം മത്സരിക്കാൻ പോലും ആരുമില്ല, അത്രയ്ക്ക് ഉറപ്പാണ് 12th ഫെയിലിന് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിക്കും എന്നുള്ളതായിരുന്നു വാർത്തകൾ. ആ വാർത്തകൾ ശരിവെക്കുന്ന തരത്തിൽ വിക്രാന്ത് മാസി മികച്ച നടനായി മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ ജവാനിലെ മികച്ച പെർഫോമൻസിലൂടെ ഷാരൂഖ് ഖാനും ദേശീയ പുരസ്കാര നേട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. റാണി മുഖർജി, അമ്പിളി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റാണി മുഖർജി മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ഒരു അമ്മയുടെ വലിയ പോരാട്ടത്തിന്റെ കഥ പറഞ്ഞ സിനിമയാണത്. ആ പോരാട്ടം ഒരു 20 വർഷത്തോളമായി റാണി മുഖർജി ഇന്ത്യൻ സിനിമയുടെ ഭാഗമായിട്ട് പക്ഷേ ദേശീയ പുരസ്കാരത്തിലേക്ക് എത്തി ആ റാണി മുഖർജിയുടെ ഒരു പെർഫോമൻസ് പുറത്തേക്ക് വരികയായിരുന്നു ഈ മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്നുള്ള ചിത്രത്തിലൂടെ എന്നുള്ളതാണ് പ്രധാനം. ജവാൻ എന്നുള്ള ഷാരൂഖ് ഖാൻ ചിത്രത്തിന് കോസ്റ്റ്യൂം ഡിസൈൻ അടക്കം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മികച്ച ഹിന്ദി ചിത്രങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു 2023. അതുകൊണ്ട് തന്നെ പല ചിത്രങ്ങൾക്കും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നോൺ ഫീച്ചർ വിഭാഗത്തിലും മലയാളത്തിന് നേട്ടമുണ്ടായി എന്നുള്ളതാണ് പ്രധാനം. നേക്കൽ ക്രോണിക്കിൾ ഓഫ് എ പാഡിമാൻ എന്നുള്ള നോൺ ഫീച്ചർ ചിത്രത്തിന് പ്രത്യേക പരാമർശം MK രാംദാസ് ആണ് അതിന്റെ സംവിധായകൻ. അതിന് പ്രത്യേക പരാമർശവും ലഭിച്ചു. ഒപ്പം മികച്ച വിവരണത്തിന് S ഹരികൃഷ്ണൻ പുരസ്കാരം നേടി. MR രാജകൃഷ്ണന് സൗണ്ട് മിക്സിങ്ങിനും പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. മലയാളത്തെ സംബന്ധിച്ച് മുൻ വർഷങ്ങളെ പോലെ തന്നെ മികച്ച ഒരു നേട്ടം ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിലും ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനം. ഉള്ളൊഴുക്ക് മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഉർവശി മികച്ച സഹനടിയായപ്പോൾ ജാനകി ബോധിവാല വാഷ് എന്നുള്ള ചിത്രത്തിന് വേണ്ടി ജാനകി ബോധിവാല കൂടി ഉർവശിക്കൊപ്പം മികച്ച സഹനടിയുടെ പുരസ്കാരം പങ്കിടുകയാണ്. സഹനടന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പൂക്കാലത്തിൽ വിജയരാഘവൻ സഹനടൻ ആയപ്പോൾ ഒപ്പം തന്നെ മധുബട്ടി സോമബാസ്തു പാർക്കിംഗ് എന്നുള്ള തമിഴ് ചിത്രത്തിലൂടെ അദ്ദേഹത്തിനും മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ജനപ്രിയ ചിത്രം, നമ്മൾ നേരത്തെ ചില റിപ്പോർട്ടുകളിൽ പറഞ്ഞതുപോലെ തന്നെ മികച്ച ജനപ്രിയ ചിത്രമായി റോക്കി ഓർ റാണി കി പ്രേം കഹാനി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിസ്റ്റി ടോമി ഉള്ളൊഴുക്ക് എന്നുള്ള ചിത്രം 2023 പുറത്തിറങ്ങുമ്പോൾ സംസ്ഥാന പുരസ്കാര പട്ടികയിൽ പോലും വലിയ ഇടം നേടിയിരുന്നതാണ്. അതുതന്നെയാണ് ദേശീയ പുരസ്കാര നേട്ടത്തിലും ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനം.